നമസ്കാരം. രണ്ട് സമരങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ സമരത്തിലാണ്. സമരം ഏറ്റെടുത്ത് UDF-ഉം LDF-ഉം സമരരംഗത്തുണ്ട്. ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെയാണ് സമരം വേണ്ടത് എന്നാണ് CPM-ന്റെയും CIT-യുടെയും നിലപാട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തെ UDF പിന്തുണയ്ക്കുന്നുണ്ട്. CPM-ഉം CIT-യുമാകട്ടെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നു. രണ്ട് വിഷയത്തിലും യോജിച്ച സമരം സാധ്യമല്ലാത്തത് എന്തുകൊണ്ടാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് വക്താവ് ജ്യോതികുമാർ ചാമക്കാല, മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രതിനിധി KC ശ്രീകുമാർ, ആശാ വർക്കർമാരുടെ സംഘടനയുടെ പ്രതിനിധി KP റോസമ്മ എന്നിവർ. ആദ്യം അരുൺകുമാറിലേക്ക്. അരുൺകുമാർ, രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വേണ്ടത്. ആശാവർക്കർമാരുടെ സമരവും കടൽ മണൽ ഖനനവും കേന്ദ്ര സർക്കാർ നിലപാടുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. ഇവിടെ കേന്ദ്രത്തിനെതിരായ സമരം ചെയ്യേണ്ടതിന് പകരം തെറ്റായ സ്ഥലത്ത് സമരം ചെയ്യുന്നു ആശാവർക്കർമാർ എന്ന് ഇന്നലെ തോമസ് ഐസക് പറഞ്ഞു. ഇന്ന് ഗോവിന്ദൻ മാസ്റ്ററും അത് തന്നെ പറയുന്നു. ഇളമരം കരീം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന വിവാദമായി തൊട്ടുടനെ ഇന്ന് പത്തനംതിട്ടയിൽ ഒരു CIT നേതാവ് ആശാവർക്കർമാരുടെ നേതാവിനെ കീടാണു എന്നൊക്കെ വിളിക്കുന്നു, വളരെ മോശം പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഇവിടെ കേന്ദ്രത്തിനെതിരായ ഒരു സമരമുന അല്ലെങ്കിൽ ഒരു പോർമുഖം തുറക്കാൻ നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സം എന്താണ്? അല്ല, കേന്ദ്രത്തിന് എതിരായിട്ടുള്ള സമരം തുറക്കാൻ എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ഈ സമൂഹത്തിൽ നടക്കുന്ന സമരങ്ങളൊന്നും കാണുന്നില്ലേ? അതിശക്തമായിട്ടുള്ള സമരം, തെറ്റുപറ്റിയതാണ് യോജിച്ച എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ല അതിൽ. അതെ, അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. കാരണം ഡൽഹിയിൽ പോയി ഉജ്ജ്വലമായിട്ടുള്ള സമരം തുടർച്ചയായിട്ട് LDF നടത്തുകയാണ്. 14ഓളം രാഷ്ട്രീയ കക്ഷികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഡൽഹിയിൽ നടത്തിയ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം മുതൽ മിനിങ്ങാന്ന് വയനാട്ടിലെ LDF-ന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള സമരം വരെ നമ്മൾ ഡൽഹിയിൽ പോയി നടത്തി. വയനാട്ടിലെ സാധാരണക്കാർക്ക് അവിടെ ഉരുൾപൊട്ടലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സഹായം തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ച പ്രക്ഷോഭം ആവശ്യമുള്ള മേഖലകളിലെല്ലാം അത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സവുമില്ല. ഇപ്പോൾ നമ്മുടെ കടൽ തീരം ഖനനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കടൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2023 ജൂലൈ മാസത്തിൽ ആ ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ 19 UDF-ന്റെ MP-മാർ അവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയെന്നല്ല, ഒരു വിയോജനക്കുറിപ്പും എഴുതി കൊടുത്തില്ല, അതിന്റെ ചർച്ചയുടെ ഭാഗമായിട്ട് പങ്കെടുത്തില്ല. അത് കൈപൊക്കി അംഗീകരിക്കുന്നതിന് തുല്യമായിട്ടുള്ള പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം രാജ്യസഭ പാസാക്കി. രാജ്യസഭയിലും കോൺഗ്രസിന് നിരവധി അംഗങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ പാർലമെന്റിൽ ഈ ബില്ലിനെതിരെ സമരം നടത്താൻ ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ, കാരണം എണ്ണം കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത്തരത്തിൽ പ്രതിഷേധിക്കാൻ പരമാവധി ശേഷിയുള്ള പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് ആണല്ലോ. അത്തരത്തിലൊരു പ്രതിഷേധവും നടത്താതെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇതിൽ പ്രശ്നം എന്ന രൂപത്തിൽ ചിത്രീകരിക്കാൻ എത്ര നുണയാണ് കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള കടൽ മണൽ ഖനനത്തിന് വേണ്ടിയുള്ള നിയമ ഭേദഗതി പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ ആ പാർലമെന്റിൽ അന്ന് NK പ്രേമചന്ദ്രൻ സംസാരിച്ചിരുന്നു. പിറ്റേന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബില്ലാണ് ഇതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതാണ് ഞാൻ എൻ്റെ ചർച്ചയുടെ ഭാഗമായി കോൺഗ്രസിന്റെ ഇത്ര MP-മാരുണ്ടായിട്ടും ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയില്ല. UDF-ന്റെ ഭാഗമായി ഒരാൾ രേഖപ്പെടുത്തിയ കാര്യം പൊതുസമൂഹത്തിലുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച് സംസ്ഥാന ഗവൺമെന്റിനെയും വ്യവസായ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ പ്രതിപക്ഷ നേതാവുമാണ്. കോൺഗ്രസ് ആണല്ലോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇന്ത്യൻ പാർലമെന്റിൽ. അവർക്കൊരു പ്രതിഷേധം ഉയർത്തിയിട്ടില്ല എന്നുള്ളത് എത്ര ന്യായീകരിച്ചാലും മറ്റു പകരം വയ്ക്കാൻ എത്ര വാദം ഉയർത്തിയാലും അത് പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് തന്നെ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസ്സുകാരായ MP-മാർ അതിൽ ഇടപെട്ടില്ല എന്നാണെങ്കിൽ ആക്ഷേപം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കേന്ദ്ര നിയമ ഭേദഗതി വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിൽ അലേർട്ടാവുകയും ഈ MP-മാരെ വിളിച്ചു ചേർത്തെങ്കിൽ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്, അതിലിടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്തിരുന്നു? അല്ല, അതിൽ ഒരു ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ വരുമ്പോൾ ആ ബില്ലിന്റെ കോപ്പി കിട്ടുന്നത് മുഖ്യമന്ത്രിക്കല്ല, MLA-മാർക്കല്ല, രാജ്യത്തുള്ള പാർലമെന്റ് അംഗങ്ങൾക്കാണ് അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിന്റെ കോപ്പി ആദ്യം കിട്ടുക. അവരാണ് മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റിനെയോ അതാത് ബന്ധപ്പെട്ട ഗവൺമെന്റിനെയോ അറിയിക്കേണ്ടത്. പാർലമെന്റ് അംഗങ്ങൾക്ക് അതിന്റെ കരടുമായി ബന്ധപ്പെട്ടുള്ള കോപ്പി ഏറ്റവും ആദ്യം കിട്ടുമല്ലോ. ഒരു തരത്തിലും ജാഗ്രത ഇന്ത്യയുടെ പാർലമെന്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വരാത്തതിന് അത് മുഖ്യമന്ത്രി വിളിച്ച് അലർട്ട് ചെയ്തോ കഴിഞ്ഞ പാർലമെന്റിൽ ഫിഷിംഗ് സോൺ
കഴിഞ്ഞ പാർലമെന്റിൽ രാജ്യസഭയിൽ നിങ്ങൾക്ക് അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ LDF-ന്റെയും CPM-ന്റെയും അംഗങ്ങളായ ഇവരൊന്നും ഇത് അറിഞ്ഞില്ല, മുഖ്യമന്ത്രി അറിയിച്ചില്ല എന്നാണോ? അല്ല, അവർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും സംസ്ഥാന ഗവൺമെന്റ് വിശദമായിട്ട് കത്തയക്കുകയും 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി സഖാവ് P രാജീവിന്റെ പത്രസമ്മേളനം താങ്കൾ കേട്ടിരുന്നുവെങ്കിൽ താങ്കൾ ഈ ചോദ്യം എന്നോട് ചോദിക്കുമായിരുന്നില്ല. സംസ്ഥാന ഗവൺമെന്റ് എന്തൊക്കെ നടപടികളാണ് ചെയ്തത്? ഈ ബില്ല് വന്നപ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള കേരളത്തിന്റെ പ്രതിഷേധം അറിയിച്ചു. അത് വരുത്താൻ പോകുന്ന ദൂരവ്യാപകമായിട്ടുള്ള ഫലം, പ്രത്യേകിച്ച് ഒരു ഫിഷിംഗ് സോൺ ആയിട്ടാണ് കേരളം അറിയപ്പെടുന്നത്. ഈ രാജ്യത്തുള്ള ഫിഷിംഗ് മേഖല, അതായത് മത്സ്യബന്ധനത്തിന്റെ 8% തീരപ്രദേശമാണ് നമുക്കുള്ളതെങ്കിലും ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മത്സ്യ ശേഖരണം അല്ലെങ്കിൽ മത്സ്യം പിടിക്കുന്നത് 15% മുതൽ 20% വരെ ഈ കേരളത്തിലാണ്. 2 ലക്ഷം മത്സ്യത്തൊഴിലാളികൾ ആണ് കേരളത്തിൽ നിന്ന് കടലിൽ പോകുന്നതെങ്കിലും ഏകദേശം 15 ലക്ഷം പേർ ജീവിക്കുന്നത് ഈ മത്സ്യം പിടിച്ചുകൊണ്ടുള്ള വരുമാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഖനനം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം, പ്രത്യേകിച്ച് വരും തലമുറയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം, ഈ അടുത്ത കാലത്ത് 2050 മുംബൈയും കൽക്കത്തയും എല്ലാം മുങ്ങിപ്പോകും. കാരണം കടൽ വെള്ളം ഉയർന്നു വരുന്നു. ആ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നത്തിന്റെയൊക്കെ ഭാഗമായിട്ട് അതിലേറ്റവും ഭീഷണി നേരിടുന്ന പ്രദേശം തന്നെയാണ് കേരളത്തിന്റെ തീരപ്രദേശം. സുനാമിയുടെ ദുരന്ത ഫലങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വിശദമാക്കി നിരവധി റെപ്രസെന്റേഷനുകൾ കേന്ദ്രത്തിന് കൊടുക്കുകയും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും യോജിച്ച സമരത്തിന്റെ സാധ്യത ഉയർത്തിക്കൊണ്ടുവരാൻ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനയും കൂട്ടിയോജിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നടത്തിയത്. ഇവിടെ എത്ര ആരോപണം ഉന്നയിച്ചാലും ഈ കടൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും യോജിച്ച പ്രക്ഷോഭത്തിന്റെ എല്ലാ സാധ്യതകളും തുറന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഒരു തരത്തിലും ആരെങ്കിലും മാറ്റി നിർത്താനോ യോജിച്ചുള്ള സമരത്തിനെതിരെ നിലപാട് പാർലമെന്റിൽ വരുമ്പോൾ വ്യവസായ വകുപ്പ് ഒരു കത്തയച്ചു കേന്ദ്രത്തിന്. ഇപ്പോൾ APM മുഹമ്മദ് അനീഷ് വ്യവസായ വകുപ്പ് സെക്രട്ടറി 2ാമത്തെ കത്തയച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇതേക്കുറിച്ചൊന്നും പറയുകയോ, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട്, കുറഞ്ഞപക്ഷം ഫെഡറലിസത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണല്ലോ ഇത്. അത്ര ഗുരുതരമായൊരു നിയമ ഭേദഗതിയാണ് അന്ന് നടന്നത്. അതിൻ്റെ ആദ്യത്തെ പടിയായി ഈ കടൽ മണൽ ഖനനത്തിന് ടെൻഡർ ക്ഷണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവണ്ടേ? അതൊക്കെ കൃത്യമായിട്ട് പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. പൊതുയോഗങ്ങളിലടക്കം ഇപ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതും ഇടപെടൽ നടത്തുന്നതും നടക്കുന്ന പൊതുയോഗങ്ങളിലടക്കമാണ്. അതിശക്തമായി കേന്ദ്രത്തിന്റെ നയത്തെ വിമർശിച്ചപ്പോൾ, അതുപോലെ കേന്ദ്രം നടത്തിയ ഇടപെടലുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ തരത്തിലുള്ള കടൽ ഖനനം ഉണ്ടാകാൻ പോകുന്ന ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പല ഘട്ടത്തിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രക്ഷോഭം, ഇപ്പോൾ ഇന്നലെ പണിമുടക്കടക്കം നടന്നു. വരും ദിവസങ്ങളിലും ഏറ്റവും യോജിച്ച പ്രക്ഷോഭം, ആരൊക്കെ സഹകരിച്ചാലും ഇല്ലെങ്കിലും സഹകരിക്കാൻ തയ്യാറുള്ളവരെ മുഴുവൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള വൻ പ്രക്ഷോഭത്തിന് LDF നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ഖനനം കേരളത്തിന്റെ കടൽ അതിർത്തിയിൽ അനുവദിക്കില്ല എന്ന പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുമായിട്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 2 സമരങ്ങൾ, ഒന്ന് ആശാവർക്കർമാരുടെ സമരം, മറ്റൊന്ന് കടൽ ഖനനത്തിനെതിരായ സമരം. കടൽ ഖനനത്തിനെതിരായ സമരത്തിൽ യോജിച്ച പോരാട്ടത്തിന് നിങ്ങളുണ്ടോ എന്ന് അസംബ്ലിയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു. ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. അവരാലോചിച്ചെടുത്ത തീരുമാനം ഒറ്റയ്ക്ക് സമരം ചെയ്യാമെന്നാണ്. അത് കേന്ദ്രം ഇപ്പോൾ നാളെ നിങ്ങൾ ഭരിച്ചാലും UDF ഭരിച്ചാലും ഈ പ്രശ്നം അവിടെ ഉണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ആ നിയമ ഭേദഗതി. അന്ന് കോൺഗ്രസ് MP-മാർ പാർലമെൻറ്റിൽ ആ നിയമ ഭേദഗതിയെ എതിർത്തില്ല എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു അരുൺകുമാർ. അപ്പോൾ അത് കടൽ മണൽ ഖനനം തുടങ്ങുകയാണ്. ടെൻഡർ ക്ഷണിച്ചിരിക്കെ സർക്കാരുമായി ചേർന്ന് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു യോജിച്ച പോർമുഖം തുറക്കേണ്ടതിന് പകരം ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്തു കളയാമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? ആശാവർക്കർമാരുടെ സമരത്തിൽ ഈ പ്രശ്നമുണ്ട്. അവിടെ കേന്ദ്ര നിലപാട് നിർണായകമാണ്. കാരണം കർണാടകയിലെയും ആശാവർക്കർമാർ സമരരംഗത്തുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലുമുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര നിലപാടിനെതിരെ ഒരു യോജിച്ച പോർമുഖം തുറന്നാൽ നിങ്ങൾക്കിവിടെ ഈ സമരം സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡിവിഡൻഡ് കിട്ടില്ല എന്ന ആശങ്കയാണോ സർക്കാരിനൊപ്പം ചേർന്ന് സമരത്തിനുള്ള നിങ്ങളുടെ സാധ്യത അടയ്ക്കുന്നത്? അജിംസിന് വസ്തുതകൾ അറിയാഞ്ഞിട്ടല്ല ഇത്തരത്തിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. നോക്കൂ, ഞാനിതിന് കൃത്യമായ മറുപടി പറയാം. ആദ്യം നമുക്ക് ഈ എന്താ പറയുന്നത്, മണൽ ഖനനവുമായി ബന്ധപ്പെട്ട്, സമുദ്രത്തിലെ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് 2023 വന്നിട്ടുള്ള അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2023 ഈ ബില്ലൊക്കെ പാർലമെന്റിൽ വരുമ്പോൾ ആ പാർലമെന്റിൽ ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല. ബില്ലൊക്കെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ചർച്ചയും കൂടാതെയാണ് പാസ്സാക്കിയത് എന്ന് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ് അജിംസ്. അതിപ്പോൾ CPM-ന് ഒരുപക്ഷെ ബോധ്യപ്പെടില്ല, ഒരിക്കലും ബോധ്യപ്പെടില്ല. കാരണം അവർക്കത് ബോധ്യപ്പെട്ടാൽ അവരുടെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ പൊളിഞ്ഞു പോകും.
അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഒരു ചർച്ചയും നടക്കാതെ ഇത്തരത്തിൽ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിയോജന കുറിപ്പുകൾ വളരെ കൃത്യമായി പലരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തീരദേശ മേഖല ഉൾപ്പെടുന്ന ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രതിനിധിയായിരുന്നു ശ്രീ എം ആരിഫ്. അദ്ദേഹം എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കൂടി ഒന്ന് പറയട്ടെ. അദ്ദേഹം നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹം കത്ത് കൊടുത്തിട്ടുണ്ടോ? വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുൻസി എന്ന് പറയുന്നത് തീരദേശവുമായി ചേർന്ന് കിടക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുൻസിയാണ്. നമുക്ക് തർക്കമില്ലല്ലോ. അത് കരുനാഗപ്പള്ളി അസംബ്ലി സെഗ്മെന്റ് മുതൽ അഥവാ ചവറയ്ക്കപ്പുറത്ത് മുതൽ അങ്ങ് അരൂര് വരെ നീണ്ടു കിടക്കുന്ന ഒരു നല്ല ശതമാനം വരുന്ന പാർലമെന്റ് സെഗ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആലപ്പുഴയിൽ നിന്നുള്ള MP എന്ത് നിലപാട് സ്വീകരിച്ചു എന്നവർ പറയട്ടെ. അപ്പം ഞങ്ങൾ പറഞ്ഞത്, ഇത്തരത്തിൽ പാർലമെന്റിൽ ഒരു ചർച്ചയും കൂടാതെയാണ് ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത് എന്ന് എന്നേക്കാൾ എല്ലാവർക്കും നമ്മളെ ആ സമയത്തൊന്നും പാർലമെന്റ് കൂടുന്നുണ്ടായിരുന്നില്ല എന്ന കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചർച്ചയും ഉണ്ടായില്ല, ഏകപക്ഷീയമായി പാസ്സാക്കിയതാണ് എന്നതും ഒരു വസ്തുത. മറ്റൊരു വസ്തുത, അങ്ങനെ ബില്ല് പാസ്സായെന്നിരിക്കട്ടെ, ഇപ്പോൾ ഈ പാർലമെന്റ് സെഷൻ തൊട്ട് മുമ്പായിട്ട് ഈ വിഷയം ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ബില്ല് പാസ്സായല്ലോ. ആ ബില്ല് പാസ്സായതിനു ശേഷം ഈ പാർലമെന്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് MP-മാരുടെ യോഗം സംസ്ഥാന സർക്കാർ വിളിച്ചിരുന്നല്ലോ. പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച്, അവിടെ ഉന്നയിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി സർക്കാർ ഒരു നോട്ടുണ്ടാക്കി, സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, സർക്കാരിന്റെ പൊതുവായ താല്പര്യങ്ങൾക്കനുസരിച്ച് സർക്കാർ ഒരു നോട്ടുണ്ടാക്കി MP-മാർക്ക് വിതരണം ചെയ്യുകയും നിങ്ങൾ ഇന്ന വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രി ആ യോഗത്തിൽ പങ്കെടുക്കുകയും സംസ്ഥാനത്തെ മന്ത്രിമാർ ഉൾപ്പെടെ തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഇത്തരത്തിൽ യോഗം വിളിച്ചു ചേർത്ത് എല്ലാ പാർലമെന്റ് സെഷന് മുമ്പും ഇത്തരത്തിൽ യോഗം ചേരാറുണ്ടല്ലോ. ആ യോഗത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അജണ്ട ഉൾപ്പെടുത്താതിരുന്നത്? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ മൗനം പാലിച്ചു? ഇവിടെ നോക്കൂ, അതിനപ്പുറത്തേക്ക് ഇവിടെ ഖനനവുമായി ബന്ധപ്പെട്ട്, ഖനനം മാത്രമായിട്ടല്ല, കപ്പൽ ചാലുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ പറയുന്ന കൊല്ലം പരപ്പിന് പുറത്ത് കപ്പൽ ചാലുകൾ വരുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായപ്പോൾ അതിനെ സംസ്ഥാന സർക്കാർ ഒരു അക്ഷരവും മിണ്ടിയില്ല. എന്നാൽ തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായപ്പോൾ സർക്കാർ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ കപ്പൽ പാത, ഇവിടെ കൊല്ലം പരപ്പാണെങ്കിൽ അവിടെ മെഡ്ജ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്തു കൂടി ഈ കപ്പൽപാത പോകുന്നതിനെതിരെ തമിഴ്നാട്ടിലെ സർക്കാർ ശക്തിയുക്തം വാദിക്കുകയും സമരം നടത്തുകയും ആ കപ്പൽപാത ആ പ്രദേശത്ത് നിന്ന് ഒഴിവാക്കി കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം താങ്കൾക്കറിയാമോ? ഇല്ലെങ്കിൽ പരിശോധിച്ചാൽ ബോധ്യപ്പെടും. അപ്പോൾ ഇപ്പോൾ കേരളത്തിലൂടെ ആ കപ്പൽപാത കടന്നു പോവുകയും ചെയ്തു. ആ കപ്പൽപാതയ്ക്ക് സമീപത്തു കൂടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കാൻ പോകുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മഥുരയിൽ, തമിഴ്നാട്ടിലെ മഥുരയിൽ കടലിലല്ല, പക്ഷേ അവിടെ കരയിൽ നടക്കുന്ന ടങ്സ്റ്റൺ ഖനനം ചെയ്യാൻ, നായ്ക്കപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ടങ്സ്റ്റൺ ഖനനം ചെയ്യാൻ തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിനെതിരെ സമരം ചെയ്ത് അവിടെ ഒരു കാരണവശാലും ഖനനം അനുവദിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ നിർബന്ധം പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഖനനം ഉപേക്ഷിച്ചത് സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഇവിടെ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഖനനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു കത്തയച്ചതിനെ കുറിച്ച്. ഇപ്പോൾ താങ്കൾ ചോദ്യം ചോദിച്ചു മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിദ്വാൻ ഇപ്പോൾ പറയുന്നത്. സംസ്ഥാനത്തിന്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കത്തയച്ചു എന്ന് പറയുന്നു. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഒരു യോജിച്ച സമരത്തിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് സമരത്തിൽ പറയുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ സമരത്തിന് അവരോടൊപ്പം യോജിക്കാത്തെന്ന് വെച്ചാൽ ഇവരുടെ ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾ സംശയമുണ്ടെന്നേ. കാരണം ഇവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ നോക്കൂ, ഞാൻ അതിലേക്ക് വരുന്നത്, താങ്കൾ സമയം തരൂ. ഒന്ന്, MP-മാരുടെ യോഗത്തിൽ ഇതൊരു അജണ്ടയായി ഉൾപ്പെടുത്തിയില്ല. രണ്ട്, സംസ്ഥാന സർക്കാരിനോട് ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു വഴിപാടിന് വേണ്ടി ഒരു കത്തയച്ച് അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രി പോലും ഒരു കത്തെഴുതിയില്ല. ഇത്രയും ഗൗരവമുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു കത്തുണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത്, ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ ഭാഗത്ത് ഒരു കത്തെഴുതിയെന്നാണ് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞത്. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. മൂന്ന്, തമിഴ്നാട് എടുത്ത പ്രിക്കോഷൻസ്, ഇത്തരം കാര്യങ്ങൾ കേരള സർക്കാരിന് എടുക്കാൻ കഴിയുമായിരുന്നു, എടുത്തില്ല. ഇതിന്റെ റെസിസ്റ്റൻസ് ഉണ്ടായില്ല ഒരു ഘട്ടത്തിൽ പോലും. നാല്, ഇതിനപ്പുറത്തേക്ക് ഞാനൊന്നുകൂടി പറയാം. ഇവിടെ ഈ ബില്ല് വരുന്നതിന് തൊട്ടു മുമ്പാണല്ലോ ഇവിടെ അദാനിയുടെ നേതൃത്വത്തിൽ അവരുടെ സബ്സിഡറി യൂണിറ്റായി മൈനിങ്ങിന് മാത്രമായി നിരവധി കമ്പനികൾ പല സംസ്ഥാനങ്ങളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അദ്ദേഹം ആണവ നിലയങ്ങൾ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അദാനിക്ക് ഇത്തരത്തിലുള്ള കമ്പനികൾ തുടങ്ങുകയും അദാനി ഇത്തരത്തിൽ മൈനിങ്ങിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നോക്കൂ. കേരളത്തിൽ നമുക്ക് കൃത്യമായിട്ടറിയാം, കേരളത്തിൽ ഖനനം നടക്കുന്നത് നമുക്കറിയാം കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള സാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന പേരിലാണ്. പക്ഷേ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള സാൻഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ തീരദേശം, ആ ബില്ലിനകത്ത് വളരെ സ്പെസിഫിക് ആയ ക്ലോസ് ഉണ്ട്. ഈ ബിൽ നേരത്തെ നമ്മുടെ സർക്കാർ ഏജൻസികൾക്ക് മാത്രം മൈനിങ് അനുവദിച്ചിരുന്ന, അല്ലെങ്കിൽ IRE അല്ലെങ്കിൽ KMML ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രം മൈനിങ് അനുവദിച്ചിരുന്ന കരിമണൽ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ
ഖനനം നടത്താനും യുറേനിയവും തോറിയവും ഒഴികെയുള്ള ധാതു ലവണങ്ങൾ ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് ഖനനം നടത്തി അവർക്ക് വിൽക്കാനുമുള്ള അവസരം കൂടി ലഭിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അദാനിമാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമത്തിന്റെ പിൻബലത്തോടുകൂടി വരുമ്പോൾ ഇത്തരത്തിലുള്ള മൗനം, ഇത്തരത്തിലുള്ള വഴിപാട് പോക്ക് മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ശക്തമായ സമരവുമായി മുന്നോട്ട് വന്നു. ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തി. ഞങ്ങൾ കടലിൽ പോലും സ്റ്റേജ് കെട്ടി സമരം നടത്തി. അപ്പോൾ അവിടെ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. സർക്കാരിന്റെ മാത്രമല്ല, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടെൻഡർ വിളിച്ചിരിക്കുക, ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടെൻഡർ വിളിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് അവബോധമുണ്ടാക്കാൻ വേണ്ടി തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് റോഡ് ഷോ നടത്തിയല്ലോ. ആ റോഡ് ഷോയിൽ, എറണാകുളത്തെ റോഡ് ഷോയിൽ പങ്കെടുത്തത് മുഹമ്മദ് ഹനീഷ് പങ്കെടുത്തല്ലോ സർക്കാരിന് വേണ്ടി. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് മത്സ്യസമ്പത്തിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ ഖനനം നടത്തുന്നതിൽ ഞങ്ങൾ എതിരില്ല, പക്ഷെ ഞങ്ങൾക്ക് കൂടി നിങ്ങളുടെ റോയൽറ്റിയുടെ ഒരു പാർട്ട് കിട്ടണം. ഇവിടെ കേരളത്തിലെ പാറഖനനം നടന്നു കഴിഞ്ഞാൽ, മൈനിങ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ റോയൽറ്റി സംസ്ഥാന സർക്കാരിനാണ് കിട്ടുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് സ്വാഭാവികമായിട്ടും ഓഫ് ഷോറിലെ ഈ മൈനിങ്ങിന്റെ റോയൽറ്റി കിട്ടുന്നത്. ഞങ്ങൾ കൂടി വീതം കിട്ടണം എന്ന് മാത്രമാണ് സംസ്ഥാനത്തെ ഇൻഡസ്ട്രി സെക്രട്ടറി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശശുദ്ധി നമ്മളെ സംബന്ധിച്ച് എന്താ വിഷയം? ഇവിടെ കരിമണൽ ഖനനം ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലേക്ക് പോകുന്ന ഒരു നടപടി. രണ്ട്, ഒരിക്കലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള മത്സ്യസമ്പത്ത്, ആ മത്സ്യസമ്പത്ത് പരിപൂർണമായും തുടച്ചു നിർക്കുന്ന രീതിയിലേക്കുള്ള ഖനനം നടക്കാൻ പോകുന്നു. അതിനപ്പുറത്തേക്ക് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ അതിജീവനം വളരെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. മാത്രമല്ല തീരദേശ മേഖലയിലെ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൂടാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇത്രയും വിഷയങ്ങൾ വരുമ്പോൾ ഈ ഗൗരവത്തോടെ സംസ്ഥാന സർക്കാർ ഇതിനെ കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. കണ്ടില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഇതെല്ലാം വെറും ഒരു വഴിപാടായി നടത്തിയിട്ട് ഞങ്ങൾ പാർലമെന്റിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനപരമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് സെഷനിൽ അവിടെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇനി നോക്കൂ, അടുത്ത വിഷയം താങ്കളോട് ചോദിച്ച അടുത്തൊരു വിഷയമാണല്ലോ ഈ ആശാവർക്കർമാരുടെ സമരം. ആശാവർക്കർമാരുടെ സമരത്തിൽ CITU ആദ്യം സമരരംഗത്ത് വന്നവരല്ലേ? ആശാവർക്കർമാരുടെ അടിസ്ഥാനപരമായ അവരുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റുന്ന രീതിയിലേക്ക് CITUവിന്റെ സമരം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? CITU ഏത് ഘട്ടത്തിലാണ് ആ സമരം വഴിയിൽ വെച്ച് അവസാനിപ്പിച്ചത്? അതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോഴും ആശാവർക്കർമാർ അവർ സ്വന്തമായ നിലപാടെടുത്ത് അവർ സമരരംഗത്തേക്ക് വന്നു. അവരെ പലരും പിന്തുണയ്ക്കുന്നുണ്ടാവാം. UDF പിന്തുണയ്ക്കുന്നുണ്ട്, കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്, പല സാംസ്കാരിക നായകർ പിന്തുണയ്ക്കുന്നുണ്ട്, ഈ പറയുന്ന പലരും പിന്തുണയ്ക്കുന്നുണ്ട്. അവരെ എന്തിനു ആക്ഷേപിക്കണം? അവർക്കെതിരായി എന്തിന് ഇത്തരത്തിൽ ജൽപ്പനങ്ങൾ നടത്തണം? എന്തൊക്കെയാ പറയുന്നത്? എളമരം കരീമിനെ പോലെ CITUവിന്റെ നേതാവ് CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഈ തൊഴിലാളികളോട് എന്തിനാണ് ഇത്ര പുച്ഛം കാണിക്കുന്നത്? ആ പുച്ഛം കാണിക്കുമ്പോൾ തന്നെയല്ലേ ആ CITUവിന്റെ എളമരം കരീം ഒരു ഘട്ടത്തിലെങ്കിലും PSC മെമ്പർമാർക്ക് ഇത്ര ശമ്പളം കൂട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. KV തോമസിന്റെ യാത്രാപ്പടി കൂട്ടിയത് ശരിയല്ല എന്ന് പറഞ്ഞോ? സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കൂട്ടിയത് ശരിയല്ല എന്ന് പറഞ്ഞോ? അവിടെയാണ് പ്രശ്നം. ഇവരുടെ മുൻഗണനാക്രമം മാറിയിരിക്കുന്നു. ആ മുൻഗണനാക്രമത്തിലെ മാറ്റം അത് സാധാരണക്കാർക്കെതിരായിട്ടുള്ള മാറ്റമാണ്. അത് സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനമാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ CITU തന്നെ ആരംഭിച്ച സമരം അവർ അവസാനിപ്പിക്കുകയും, ഞാൻ ഒന്നുകൂടെ ഒറ്റ കാര്യം കൂടി, അവർ പറയുന്നത് കേന്ദ്രത്തിനെതിരെ സമരം നടത്താം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കാര്യത്തിൽ നമുക്ക് കേന്ദ്രത്തിനെതിരെ സമരം നടത്താം. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ട ഹോണറേറിയത്തെ സംബന്ധിച്ച് എന്തിനായിരുന്നു CITU സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തിയത്? എന്തിനായിരുന്നു CITU DHSന്റെ മുന്നിൽ സമരം നടത്തിയത്? അതൊക്കെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വഴിയിൽ വെച്ച സമരം അവസാനിപ്പിച്ചത്? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല. ഈ രണ്ട് വിഷയത്തിലും അംഗീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീകുമാർ, ഈ കടൽമണൽ ഖനനത്തിന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുതാര്യമല്ല. ഞങ്ങൾക്കുള്ള റോയൽറ്റി കൂടി തരണം, നിങ്ങൾ മണൽ ഖനനം ചെയ്തോളൂ, ഞങ്ങൾക്ക് റോയൽറ്റി തരണം എന്നുള്ളതാണോ ആ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതായത് ഇക്കാര്യത്തിൽ ഈ രണ്ട് മുന്നണികളും ഇതൊരു സംസ്ഥാന താല്പര്യത്തിനെതിരായ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് രണ്ട് മുന്നണികളുടെ നിലപാടുകൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ വ്യക്തമാണ്, പരസ്പരം ആരോപണം ഉന്നയിച്ച് ഈ വിഷയത്തിനെ നിഷ്പ്രഭമാക്കി കളയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. കാരണം ഇത് കേവലം മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമായി കാണാൻ ശ്രമിക്കരുത്. ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ഘടനയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. നിലവിൽ നടത്തുന്ന കരിമണൽ ഖനനവും കടൽ മണൽ ഖനനവും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചോളം ഒരുപോലെ തന്നെയാണ്. അവർക്ക് ഇത് രണ്ടും
മത്സ്യത്തൊഴിലാളികളുടെ ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറമെയാണ് നിലവിലുള്ള കരിമണൽ ഖനനത്തിൻ്റെ ഫലമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നിരവധി കേരള തീരത്ത് അതിൻ്റെ മത്സ്യപ്രജനനവുമായിട്ട് ബന്ധപ്പെട്ടും മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ തീരവാസികളുടെ അവരുടെ വാസസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നിരവധി സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ തന്നെ സമരം തുടങ്ങിയിട്ട് 1500 ദിവസം ആകുന്നു. ഇപ്പോൾ യാതൊരു ചർച്ചയുമില്ല. നിരവധി കേസുകൾ ആ സമരം ചെയ്യുന്നവരുടെ പേരിലുണ്ട്. അപ്പം അതിന് പുറത്താണ് ഇപ്പോൾ കടൽ മണൽ ഖനനത്തിൻ്റെ വിഷയം വരുന്നത്. ഒരു ശക്തമായൊരു നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ. തമിഴ്നാട് സ്വീകരിച്ച അതേ ലൈനിൽ സമ്പൂർണ്ണമായും ഇതിനെതിരെ, കടൽ മണൽ ഖനനത്തിനെതിരെ ഐക്യകണ്ഠേന കേരളത്തിലെ നിയമസഭ പ്രമേയം പാസ്സാക്കണം, അത് കേന്ദ്രത്തിന് അയച്ചു കൊടുക്കണം, കേന്ദ്രത്തിനോട് അങ്ങനെ ആവശ്യപ്പെടണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ വിഭാഗത്തിൻ്റെ മൊത്തത്തിലൊരു പൊതു താല്പര്യം. അതാണ് കടൽ മണൽ ഖനനം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ സമുദ്രത്തിൻ്റെ ഗർഭമാണ് ഈ കൊല്ലം പരപ്പെന്ന് പറയുന്ന പ്രദേശം. ട്യൂണയുടെ കേന്ദ്രമാണ്. അതുപോലെ കരിക്കാടി ധാരാളമായിട്ടുണ്ടാകുന്ന സ്ഥലമാണ്. ഈ സ്ഥലം തകർത്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടുത്തെ ധാരാളം മഡ് ബാങ്കുകൾ, ധാരാളം ആൽഗകൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് വിഷവാതകങ്ങൾ മുകളിലേക്ക് പ്രവഹിക്കും. അത് കൊല്ലം പരപ്പിൽ ചെയ്യുമ്പോൾ കൊല്ലം പരപ്പിന് മാത്രമായിട്ടല്ല ഇതിൻ്റെ ആഘാതം ഉണ്ടാകുന്നത്. അതുപോലെ തോട്ടപ്പള്ളിയിലോ ആലപ്പോഴോ ഖനനം ചെയ്യുമ്പോൾ അതിൻ്റെ ആഘാതം ഉണ്ടാകുന്നത് കേരള തീരം മുഴുവനാണ്. അതിൻ്റെ ധാരാളമായ തെളിവുകൾ നമ്മൾ തീരത്തുടനീളം സഞ്ചരിച്ചാൽ കാണാം. അത് മീഡിയ പ്രവർത്തകർ അത്തരത്തിലൊരു അന്വേഷണം നടത്തിയാൽ അതിൻ്റെ ശരിയായ വിവരങ്ങൾ മനസ്സിലാവും. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി വിഷയം വരുമ്പോഴാണ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭണങ്ങളെ വില കുറച്ച് കാണുക, അതിൻ്റെ ആവശ്യകതയെ, പ്രതിരോധത്തിന്റെ ആവശ്യകതയെ, അതിന്റെ വില ഇടിച്ച് കേവലം ഒരു മത്സ്യത്തൊഴിലാളിയുടെ വിഷയം മാത്രമല്ല. മുമ്പ് ഈ മണൽ ഖനനം സർക്കാർ ഏജൻസികൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് സ്വകാര്യ മേഖലയ്ക്ക് പോകുന്നു. സ്വകാര്യ മേഖലയുടെ കരിമണൽ ഖനനത്തിനെതിരെ കേരളം മുഴുവൻ വലിയ തോതിലുള്ള സമരം നടന്നുകൊണ്ടിരുന്നുണ്ട്. ആ സമരത്തിനിടയിലാണ് ഈ നിയമ ഭേദഗതി വന്നത്. അതിനെ പാർലമെന്റിൽ ചെറുക്കാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള തർക്കമാണ് നാം മുമ്പ് കേട്ടത്. ഇവിടെ മറ്റൊരു പ്രശ്നം, ഇത് കരിമണൽ മേഖല കൂടിയാണ്. ഇപ്പോൾ ആദ്യത്തെ ടെൻഡർ വിളിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അവിടെ ധാരാളം ധാതുക്കൾ ഉള്ള സ്ഥലം കൂടിയാണ്. ഈ ധാതുക്കളുടെ റോയൽറ്റി, ആ ധാതുക്കൾ തുറന്നിടുന്ന വലിയ സാധ്യത, ഇതൊക്കെ ഒരു വലിയ പ്രശ്നമല്ലേ ശ്രീകുമാർ? തീർച്ചയായിട്ടും. ഇതിപ്പം ചിലരൊക്കെ പറയുന്നത് കോമൺ പ്രോപ്പർട്ടിയിൽ നിന്ന് കോർപ്പറേറ്റ് പ്രോപ്പർട്ടിയിലേക്ക് മാറുന്നതിനുള്ള ആശങ്കയാണ് ചിലരൊക്കെ എഴുതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രക്ഷോഭണ രംഗത്ത് നിൽക്കുന്നവർ തന്നെ പറയും, ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഈ മണലെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഘാതം ഉണ്ടാകുന്നത് മത്സ്യസമ്പത്തിനും തീരത്തിനും കേരളത്തിനുമാണ്. അത് സ്വകാര്യ കമ്പനി എടുത്താലും പൊതുമേഖല എടുത്താലും മണൽ വാരിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം ഉണ്ടാകുന്ന ഒരുപോലെ തന്നെയാണ്. ആര് റോയൽറ്റി വാങ്ങിക്കാനിരുന്നാലും, ആരിതിൻ്റെ ലാഭവും ലാഭവിഹിതവും കമ്മീഷൻ വാങ്ങിക്കാനിരുന്നാലും കേരളത്തെ മൊത്തത്തിലാണ് ഇതിൻ്റെ ആഘാതം ഉണ്ടാകുന്നത്. മത്സ്യത്തൊഴിലാളി ആദ്യമായിട്ട് അത് അനുഭവിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ 10 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ തീരത്ത് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിന്ന് ജീവിക്കുന്നവർ. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 45 ലക്ഷം പേര് കാണും ഞങ്ങളുടെയൊക്കെ കണക്കനുസരിച്ച്. കാരണം അത്രത്തോളം ആളുകൾ ഈ ഹാർബറുമായി ബന്ധപ്പെട്ട് രാവിലെ ഫിഷിംഗ് ഹാർബറുകളിലേക്കും കടൽത്തീരത്തേക്കും മത്സ്യം കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ മത്സ്യം പോകുന്ന ഈ റൂട്ടിലെല്ലാം അവിടുത്തെ ആ മാർക്കറ്റുകളൊക്കെ ഉണരണമെങ്കിൽ അവിടെ മത്സ്യം ഉണ്ടാകണം. ഇന്നലെ തന്നെ പണിമുടക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇന്നലത്തെ കേരളത്തിലെ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഹാർബറുകളും എല്ലാ മത്സ്യ മാർക്കറ്റുകളും മത്സ്യമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഡീസൽ ബാങ്കുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഡീസലിൻ്റെ ബിസിനസ്, അതായത് 50% ടാക്സാണ് 2 ഗവൺമെൻറ്റിനോട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മേഖല തകരുന്നു. അപ്പോൾ സാമ്പത്തിക സാമൂഹ്യ ജീവിതം മുഴുവൻ തകരുന്നൊരു സ്ഥിതിയിലേക്കാണ്. കാരണം പ്രത്യേകിച്ച് മത്സ്യബന്ധനം ഒരു കാർഷിക രാജ്യം എന്നുള്ള നിലയിൽ ഒരു കാർഷിക മേഖലയ്ക്ക്, അതായത് മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ കേരളത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക സാമൂഹ്യ നില അപകടത്തിലാകുന്നതായിരിക്കും. അത് ഇപ്പം തന്നെ കരിമണൽ ഖനനത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പഠിക്കാൻ ഇവിടുത്തെ സയൻറ്റിസ്റ്റുകളൊന്നും തയ്യാറല്ല. സയൻറ്റിസ്റ്റുകളുടെ ജോലി ഭരണകൂടത്തിന് അനുകൂലമായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കൽ മാത്രമാണ്. പലരെയും ഇപ്പോൾ ഈ കടൽ മണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് പലരെയും ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഇപ്പോഴതിന് പരിമിതി ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പലരെയും ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ചർച്ചകൾക്ക് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവരൊക്കെ ഒളിച്ചോടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഭയമാണ് എല്ലാവർക്കും. അവരൊക്കെ സത്യം പറയാൻ വേണ്ടി രംഗത്ത് വരാതിരിക്കുന്നൊരവസ്ഥയാണ്.
അപ്പൊ ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിന്റെ ഇതിന്റെ മറ്റ് സാങ്കേതികത്വങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പോൾ പരസ്പരം പ്രതിപക്ഷവും ഭരണപക്ഷവും ആരോപണം ഉന്നയിച്ച് കൊണ്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. ഇക്കാര്യത്തിൽ കൂട്ടായ ഒരു മുന്നേറ്റമാണ് ആവശ്യം. അക്കാര്യത്തിൽ ഗവൺമെന്റ് എന്തെങ്കിലും മോശമായ നിലപാടെടുത്തുണ്ടെങ്കിൽ ആ നിലപാട് മാറിക്കൊണ്ട് ഇതിന്റെ കൃത്യമായ ഇതിന്റെ ആഘാതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിനെ രക്ഷിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അല്ലാതെ മത്സ്യത്തൊഴിലാളി മാത്രമല്ല, കേരളത്തിനെ രക്ഷിക്കണം. കെ പി റോസമ്മ, ഇവിടെ ആശാ വർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പോലെ തന്നെ പ്രധാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. ആ കേന്ദ്ര പദ്ധതിയിൽ തുടക്കത്തിൽ വളണ്ടിയർമാരായിരുന്ന ആശാ വർക്കർമാർക്ക് അവരുടെ ഓണറേറിയം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് നൽകിയ ഒരു സർക്കാരിനെതിരെയാണ് നിങ്ങളിപ്പോൾ സമരം ചെയ്യുന്നത്. അവർക്ക്, അതായത് സംസ്ഥാന സർക്കാരിന് അതിലുള്ള പരിമിതി വ്യക്തമാണ്. ഒന്ന്, സാമ്പത്തികമായ ഉപരോധം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്നു. മുണ്ടക്കൈ പുനരധിവാസത്തിൽ പോലും ധനസഹായത്തിന് പകരം വായ്പ നൽകിക്കൊണ്ട് സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്നു. നിങ്ങൾക്ക് നൽകേണ്ട ഓണറേറിയത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കേണ്ട തുകയിൽ 100 കോടി ഇനിയും കൊടുത്തിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ സമരമുഖം സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമായി തിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതിരോധിക്കും. അതിൻ്റെ ഭാഗമായി അധിക്ഷേപ വർത്താനങ്ങളെ ഇപ്പോൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ സമരത്തിൻ്റെ ദിശ തെറ്റിയോ? സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമായി നടന്ന ഒരു സമരം എത്രമാത്രം രാഷ്ട്രീയമായി ശരിയാണ്? സംസ്ഥാന സർക്കാരിനെതിരെയല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന് എതിരായിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ ജോലി ചെയ്യുന്നത് മുഴുവൻ ഈ കേരള സംസ്ഥാനത്താണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ഒന്ന് വ്യക്തമായി പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി എത്രയാണ് ചെയ്യുന്നതെന്ന്. സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ഞങ്ങൾ ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത്. പിന്നെ ഞങ്ങളിവിടെ സമരം നടത്തുന്നത് ഭരണം അട്ടിമറിക്കാനോ സർക്കാരിനെതിരായിട്ടോ അല്ല. ഞങ്ങൾ പണിയെടുത്ത ജോലിക്കൂലിക്ക് വേണ്ടിയാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ 19 ദിവസം കിടക്കുന്നത്. ഞങ്ങൾ ഒരു വ്യക്തിക്കാണ് ജോലി ചെയ്തതെങ്കിൽ കാശിന് വേണ്ടി ആ വ്യക്തിയുടെ വീട്ടിൽ പോകാം. ഞങ്ങൾ ജോലി ചെയ്തത് കേരള സർക്കാരിന് വേണ്ടിയാണ്. അപ്പോഴും ഞങ്ങൾ കിട്ടാത്ത ജോലിക്കൂലി 3 മാസം വരെ മുടങ്ങിക്കിടക്കുന്ന വേതനം, അത് ഈ ഒരു പ്രാവശ്യം മാത്രമല്ല, പല പ്രാവശ്യങ്ങൾ, അതായത് ഈ 18 വർഷം കൊണ്ട് നിരന്തരം തുടരുന്ന ഒരു കാര്യമാണ് ഈ വേതനം വൈകുന്നത്. 1 മാസമല്ല, 2 മാസമല്ല, 3 മാസം. ഞങ്ങൾ സ്ത്രീകളാണ്. ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി വെറും പാത്രം വെച്ച് കൊടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അടുത്തേക്കാണ്. ഈ പണിക്കൂലി ചെന്ന് ചോദിച്ചതാണോ നിങ്ങൾ ഈ പറയുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം? എന്താ ഈ പറയുന്നത്? അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഞങ്ങളുടെ സമര നേതാക്കന്മാരെ കൃത്യമായിട്ട് നിങ്ങൾ അധിക്ഷേപിക്കുന്നു, അപഹാസ്യപ്പെടുത്തുന്നു. ഞങ്ങൾ നടത്തുന്ന സമരത്തിനെതിരായി ബദൽ സമരം കൊണ്ടുവരുന്നു. ഈ ബദൽ സമരം എന്ന് പറയുമ്പോഴേ ഞങ്ങൾ ഇന്ന് 19 ദിവസം ആശാവർക്കർമാർ രാപ്പകലില്ലാതെ സമരം ചെയ്യുക. ഞങ്ങളൊരു ബാരിക്കേഡും തകർത്തില്ല, ഞങ്ങളൊരു പോലീസിനെയും കല്ലെറിഞ്ഞില്ല, ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചില്ല. ഞങ്ങൾ സമാധാനപരമായി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ സ്വന്തം ഭരണാധികാരികളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അപ്പോഴും ഞങ്ങൾ എങ്ങനെ സർക്കാരിന് വിരുദ്ധമാകും? സർക്കാർ ഇന്ന് ഇത്രയും ബദൽ സമരം കൊണ്ടുവരണമെങ്കിൽ അവർ ഈ ആശാവർക്കർമാരെ മുഴുവൻ 20 ദിവസം കൊണ്ടുവന്ന് ഇതേ രീതിയിൽ രാപകലില്ലാതെ സമരം ചെയ്യട്ടെ. അപ്പോഴല്ലേ അത് ബദലാവുകയുള്ളൂ. ഞങ്ങൾ തീർത്തും ന്യായമായ സമരമാണ് നടത്തുന്നതെന്ന് കേരള പൊതുജനം മാത്രമല്ല, ഈ ലോകത്തുള്ള മുഴുവൻ പേരും അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ സർക്കാരിന് മാത്രം എന്താ മനസ്സിലാകാത്തത്? സർക്കാരിന് മനസ്സിലാകാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ കിട്ടിയ സമയം അവർ പരമാവധി അപഹാസ്യരാകുവാണ് ഈ വക കാര്യത്തിൽ. ഈ വക കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അതിന് സമയമില്ല. ഞങ്ങൾ പണിയെടുത്ത കാശിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് പടിയിൽ നടത്തുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭരണം അട്ടിമറിക്കാനോ ഞങ്ങളാരും മത്സരിക്കാനൊന്നും പോകുന്നില്ല. MLA ആകാനും പോകുന്നില്ല, MP ആകാനും പോകുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കണം, ജോലി ചെയ്ത് മാന്യമായ രീതിയിൽ പണിയെടുത്ത കൂലി കൊണ്ട് ജീവിക്കണം. അതിനാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ നിഷ്കരണം സ്വന്തം കണ്ണാടിയിൽ നോക്കി വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം,
ഈ SUCI എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ളൊരു സമരമാണ് CPM-നെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അവർ അരാജകവാദികളാണ്, പാട്ടപ്പിരിവുകാരാണെന്നൊക്കെ നേരത്തെ അധിക്ഷേപിച്ചിരുന്നു. ആളെണ്ണം കുറഞ്ഞ സംഘടനയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ SUCI-യുടെ കീഴിൽ സമരം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നമായി തോന്നുന്നു CPM-ന്? ഈ CPM എവിടെ പോയിരുന്നു? ഈ ആശാവർക്കർമാർ SUCI-യുടെ കീഴിൽ പോയപ്പോൾ എവിടെ പോയിരുന്നു? നല്ല മഹത്തായ ഒരു തൊഴിൽ സംഘടന അവർക്കുണ്ടായിരുന്നല്ലോ. ആ തൊഴിൽ സംഘടന എന്തുകൊണ്ട് 62 വയസ്സിൽ ഞങ്ങളെ വെറും കൈയോടെ പിരിച്ചുവിട്ടപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നു? ഈ 21,000 രൂപ ഞങ്ങൾക്ക് 700 രൂപ തൊഴിലാളിക്ക് ഒരു ദിവസം കിട്ടുന്ന വേതനം നിയമമല്ലേ? അത് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നല്ലോ. ഈ 232 രൂപ കൊണ്ട് ഞങ്ങൾ 18 വർഷം ജീവിക്കുന്നത് ഈ സംഘടന കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്തേ അവരൊരു അക്ഷരം മിണ്ടാതിരുന്നത്? അവർ മിണ്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ അവരൊക്കൊപ്പം നിൽക്കും. SUCI അല്ല, ഇനി ഏത് പാർട്ടിക്കാർ വന്നാലും ഞങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളുടെ ജോലിക്ക് വേതനവും കൂലിയും കിട്ടുന്ന തരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയും. അവർ വന്ന് ഞങ്ങളോട് SUCI-യുടെ പാർട്ടിയിൽ ചേരാൻ പറഞ്ഞില്ല, എൻ്റെ പാർട്ടിക്ക് പിന്തുണ തരാൻ പറഞ്ഞില്ല, എൻ്റെ പാർട്ടിയുടെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞില്ല. ഞങ്ങളുടെ പ്രശ്നം അവരോട് ഞങ്ങളാണ് ചെന്ന് പറയുന്നത്. അവർ ഞങ്ങളുടെ അടുത്തോട്ട് വരുമല്ല ചെയ്തത്. ഞങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. എവിടെ പോയിരുന്ന INTUC-യും CIT യൂണിയനും ഒക്കെ? ഞങ്ങളെ ചേർത്ത് നിർത്തിക്കൂടായിരുന്നോ? എന്തിന് മറ്റുള്ളവരുടെ ആക്ഷേപം പറയുന്ന സംഘടനയിലേക്ക് ഈ കേരള പൊതുസമൂഹത്തിൽ മാന്യമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ ആശമാരെ പറഞ്ഞു വിട്ടതിൻ്റെ കാരണം ആ ഉത്തരവാദിത്വം അവർക്കല്ലേ? പിന്നെ അവരെന്തോന്ന് തൊഴിലാളി സംഘടന? അതിൻ്റെ മറുപടി അതിഥികളെ തിരികെ ശ്രീ അരുൺകുമാർ, ഈ ആശാമാരുടെ സമരത്തിൽ ഒരു പ്രശ്നം അവർ ചൂണ്ടിക്കാട്ടുന്നത് അവർ തൊഴിലാളികളാണ്. അപ്പോൾ തൊഴിലാളികളുടെ മിനിമം കൂലിയെക്കുറിച്ച് CPM-ന്, LDF-ന്, CIT-ന് ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. അവരുടെ വേതനം 700 ആക്കും എന്ന് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. പിന്നെ അവർ എവിടെയാണ് സമരം ചെയ്യുന്നത്? കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ മതിയോ? അവർ നിങ്ങളുടെ മുമ്പിൽ വരുന്നു. കുറഞ്ഞ പക്ഷം സർക്കാർ അവരെ കേൾക്കേണ്ടതാണ്. പകരം അധിക്ഷേപ വർത്തമാനങ്ങൾ തുടരുന്നു, ഹർഷകുമാറും എളമരംഗിരിയുമെല്ലാം. ഇവിടെ അവർ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണോ എന്നാണല്ലോ നോക്കേണ്ടത്. അവർ തൊഴിലാളികളാണോ എന്ന് എങ്കിലും നിങ്ങൾ അംഗീകരിക്കണ്ടേ? എങ്കിൽ അവരുടെ സമരത്തെ നിങ്ങൾ കേൾക്കണ്ടേ? ഇതേ വളരെ ബേസ് ഇല്ലാത്തൊരു ചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഒരു സ്കീം 2025-ലാണ് ഈ സ്കീം പ്രഖ്യാപിച്ചത്. കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ്, കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്. 2026-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നതുവരെ കേരളത്തിലെ UDF അത് നടപ്പാക്കി. ആ സ്കീം നടപ്പാക്കുന്നത് കേന്ദ്രത്തിന്റെ സ്കീമാണ്. അതായത് അശ്വമേധമായാലും ഇന്ദ്രധനുസായാലും പൾസ് പോളിയോ, TB നിർമ്മാണത്തിനും അടക്കം സ്കീമാണ്. CITU ഈ 10 ലക്ഷം തൊഴിലാളികൾ ആശാ വർക്കേഴ്സിന്റെ ഈ രാജ്യത്ത്. കേരളത്തിലാണെങ്കിൽ അത് 26,125 26,125 ആശാ വർക്കേഴ്സ് കേരളത്തിലുള്ളതിൽ 20,150 പേരും CITUവിന്റെ മെമ്പർഷിപ്പ് ഉള്ളതാണ്. ഞാൻ അപ്പോൾ അങ്ങേക്കൊരു റെപ്രസെൻറ്റേഷൻ അയച്ചിട്ടുണ്ട്. അത് ആശാ വർക്കേഴ്സിന്റെ കേന്ദ്ര കമ്മിറ്റി, CITUവിന്റെ കേന്ദ്ര കമ്മിറ്റി ഇന്ത്യൻ ഗവൺമെന്റിന് കൊടുത്ത് നവംബർ മാസത്തിൽ ഡൽഹിയിൽ പോയി വലിയ സമരം നടത്തിയ ആ റെപ്രസെൻറ്റേഷനാണ്. ആ റെപ്രസെൻറ്റേഷൻ തുടങ്ങുന്നത് തന്നെ ഞങ്ങൾക്ക് 26,000 രൂപ ശമ്പളമാക്കി മാറ്റണമെന്നാണ്. താങ്കൾ എന്നോടിപ്പോൾ ചോദിച്ച ചോദ്യം വർക്കേഴ്സ് ആണല്ലോ, അല്ല ഇത് തൊഴിലാളിയാണല്ലോ എന്നതാണ്. പക്ഷെ ഇത് തൊഴിലാളിയല്ല, ആശാ വർക്കറാണ്. അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ തൊഴിലാളിയായിട്ട് അംഗീകരിക്കപ്പെട്ടാലാണ് അവർ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരൂ. അവർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റൂ, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റൂ. ഫസ്റ്റ് വാചകം അങ്ങൊന്ന് വായിക്കണം. AWFFI organized march to parliament at Jantar Mandar demanding regularization, minimum wages of Rs 26,000 per month, social security and pension for ASHA workers and facilitators, health for all ASHA workers will go door to door against the policies of Modi government. അതായത് ഇപ്പോഴും ഇവർ വർക്കേഴ്സ് ആണ്. ഇവരൊരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ആണ്. ഇവരെ തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തെ 10 ലക്ഷം ആശാ വർക്കേഴ്സിനെയും തൊഴിലാളിയായിട്ട് അംഗീകരിക്കണമെന്നും അവർക്ക് വേതനം കൊടുക്കണം, സാലറി കൊടുക്കണം. ഇപ്പോൾ അവർക്ക് സാലറി അല്ല, ഓണറേറിയം ഇൻസെന്റീവ് ആണ്. ഓണറേറിയത്തിന്റെ മീനിങ്ങും ഇൻസെന്റീവിന്റെ മീനിങ്ങും ഞാൻ അങ്ങേ പഠിപ്പിക്കണ്ടല്ലോ. അവർക്ക് സാലറി കൊടുക്കണം. അതുപോലെ തൊഴിൽ സ്ഥിരത വേണം. അങ്ങനെ വന്നാലേ പെൻഷൻ കിട്ടൂ, മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ കിട്ടൂ. ഈ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരി കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് ഈ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തുന്ന ഏക പ്രസ്ഥാനം ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് CITU ആണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 2 സമരം
സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഓണറേറിയത്തിന്റെ ഡിലേ വന്നപ്പോൾ 2 സമരം നടത്തി. അത് 16/10/2024 ഒത്തുതീർപ്പായി. മറ്റു തല സ്കീം ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലുണ്ടായിട്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയും ഞാൻ അജിംസിന് അയച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ ഫെബ്രുവരിയിൽ 6ഉം 7ഉം നടത്തിയ 48 മണിക്കൂർ ഉപരോധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒത്തുതീർപ്പ്, ആ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുടിശ്ശിക അടക്കം വിതരണം ചെയ്തത്. അതിൽ ഒന്നാമത്തെ കാര്യം, ആശയുടെ സർക്കുലർ പരിഷ്കരിക്കുന്നതിനായി BHS-ലെയും NHM-ലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കും. പ്രസ്തുത കമ്മിറ്റി പഠനം നടത്തി ഉപാധിരഹിത ഓണറോറിയം സംബന്ധിച്ച തീരുമാനത്തിനായി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചു. അതായത് 2025 ഫെബ്രുവരി മാസം 6 മുതൽ 2 ആഴ്ചയ്ക്ക്, അത് ഫെബ്രുവരി മാസം 20-ാം തീയതി അവസാനിച്ചു. പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം വരുന്നതുവരെ പ്രതിമാസ ഓണറേറിയം ഉപാധികളിൽ നിലവിലെ 10-5 ഉപാധികൾ പൂർത്തീകരിച്ചാൽ ആശമാർക്ക് മുഴുവൻ പ്രതിമാസ ഓണറേറിയം നൽകുന്നതിന് തീരുമാനിച്ചു. അത് കൃത്യമായി ഇപ്പോൾ കൊടുത്തു തീർന്നു. 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കുടിശ്ശികയുമില്ല. അതായത് ആശമാർ ഉന്നയിച്ച മുഴുവൻ മുദ്രാവാക്യങ്ങളും പൂർത്തീകരിച്ചു. ഇന്നലെ ഞാൻ മറ്റൊരു ചർച്ചയിൽ ഇരുന്നപ്പോൾ ആശയുടെ സംസ്ഥാന നേതാക്കന്മാർ ഇപ്പോൾ ഈ പറഞ്ഞ പരാമർശിച്ച ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഒന്ന് 62 വയസ്സാകുമ്പോൾ പിരിച്ചുവിടണമെന്ന സർക്കുലർ സംസ്ഥാന ഗവൺമെന്റ് ഇറക്കി, അത് നിലനിൽക്കുകയാണ്, അതിനെതിരാണ് ഞങ്ങളുടെ സമരം. അത്തരത്തിലൊരു സർക്കുലർ കേന്ദ്ര നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങി, അത് അപ്പോൾ തന്നെ മരവിപ്പിച്ചു. ഇപ്പോഴും 65ഉം 68ഉം വയസ്സായവർ ജോലി ചെയ്യുന്നു. മറ്റൊന്ന്, ഇവിടെ മറ്റു ജോലികൾ ആശകൾ ചെയ്യാൻ പാടില്ല എന്ന സർക്കുലർ കേരളത്തിലുണ്ട് എന്നതാണ്. എന്താ സർക്കുലർ ഉള്ളത്? മറ്റു ഫുൾ ടൈം ജോലി ചെയ്യുന്നവർ, മറ്റു മേഖലയിൽ ഫുൾ ടൈമറായി ജോലി ചെയ്യുന്നവർ ആശാ വർക്കേഴ്സിന്റെ ചുമതല നിർവഹിച്ചാൽ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള സേവനം എത്തില്ല, അത് പാടില്ല എന്നതാണ്. അതൊക്കെ ഈ എല്ലാ സംസ്ഥാനത്തും ഉള്ളതല്ലേ. മറ്റ് ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്ക് ആശാ വർക്കേഴ്സിന്റെ ജോലി ചെയ്യാൻ കഴിയുമോ? അപ്പൊ ഇല്ലാത്ത സർക്കുലറിനെ കുറിച്ച് തെറ്റിദ്ധാരണ പറപ്പിക്കുന്ന രീതിയിൽ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര പദ്ധതികളെല്ലാം വെട്ടിക്കുറച്ചത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റിലെ പദ്ധതി വെട്ടിക്കുറച്ചത്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇവിടെ ആശ്വാസ കിരൺ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി വെട്ടിക്കുറച്ച് കേന്ദ്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ തൊഴിലാളിയായി നിങ്ങളെ അംഗീകരിക്കാൻ ജനകീയ പ്രശ്നം ഉയർത്തിക്കൊണ്ട് സമരം നടത്തുന്ന അംഗീകരിക്കാതിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രകടന പത്രികയിൽ 700 രൂപ മിനിമം കൂലി നൽകും ഇവർക്ക് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുമെന്നല്ലേ പറയേണ്ടത്? അത് അല്ല, ഇവർ തൊഴിലാളിയായി കേന്ദ്രം അംഗീകരിക്കപ്പെട്ടാൽ അവർക്ക് സാലറി കൊടുക്കുന്ന സാഹചര്യം വരും. അപ്പോൾ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരും. ഈ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളെയും മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് LDF ആഗ്രഹിക്കുന്നത്. കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഈ കോച്ചി പിടിക്കുന്ന നിങ്ങളുടെ പ്രകടനപത്രിക അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രകടനപത്രികയാണ്. ഒരു നിമിഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനപത്രികയിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഇവരെ വർക്കേഴ്സായി അംഗീകരിക്കും, മിനിമം കൂലി കൊടുക്കുമെന്ന് പറയാം. ഇത് അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത്. ഇവർക്ക് മിനിമം വേതനം ഉറപ്പാക്കുമെന്നാണ് നിങ്ങളുടെ പ്രകടനപത്രിക പറയുന്നത്. മിനിമം വേതനം ഉറപ്പാക്കാൻ ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ പോരാട്ടത്തിനുകൾക്ക് മുന്നിൽ കേന്ദ്ര ഗവൺമെന്റിനെ മുട്ടുമടക്കിച്ച് ആ തീരുമാനം എടുപ്പിക്കും എന്നുള്ള ഇച്ഛാശക്തിയോടുള്ള ഇടപെടലാണ് നടത്തിയത്. ഇപ്പൊ ഈ സഹോദരി പറഞ്ഞല്ലോ INTUCയുടെ കാര്യം, INTUCയും വന്നില്ലല്ലോ എന്ന്. ഈ ആശാ വർക്കേഴ്സിന് വേണ്ടി ഒരു കൈ പൊക്കാൻ, ഒരു മിനിറ്റ് സമരം നടത്താൻ ഈ കേരളത്തിലെ INTUCനെ, രാജ്യത്തെ INTUCയെ കണ്ടോ? ഇവിടുത്തെ CITU അല്ലേ കണ്ടത്? കോച്ചി പിടിപ്പിക്കുന്ന തണുപ്പിലും ഈ നവംബർ മാസത്തിലാണ് ഞങ്ങൾ ഡൽഹിയിൽ പോയേ. 14 സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് സമരം തുടങ്ങിയത്. സമരം അവസാനിപ്പിക്കുമ്പോൾ 18 സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ അണിനിരന്നു. ഞങ്ങൾ ഇപ്പോഴും നിരന്തര പോരാട്ടത്തിൽ തന്നെയാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി നേടിയെടുത്ത നേട്ടങ്ങൾ ഒന്ന് ആലോചിച്ച്. UDF ഭരിക്കുമ്പോൾ 300-ൽ നിന്ന് 1000 രൂപയായി മാറി 2016-ൽ. 2016-ൽ 5 വർഷം പൂർത്തീകരിച്ച് ഉമ്മൻചാണ്ടി പോകുമ്പോഴും ഇവിടെ വെറും 1000 രൂപയാണ് അവർക്ക് ഓണറേറിയം. വലിയ സമരം നടത്തുമ്പോൾ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കാമെന്ന് VS ശിവകുമാർ അന്നത്തെ മന്ത്രി വാഗ്ദാനം കൊടുത്തു. എന്തിയാ VS ശിവകുമാർ കൊടുത്ത വാഗ്ദാനം പാലിക്കാത്ത? എവിടെ കിട്ടിയ 5000? അന്നും 1000 ഉള്ളൂ. 1000, 2000, 3000, 4000, 5000, 6000, ഇപ്പൊ 7000. 6000 രൂപ വർധനവ് നടത്തി ഈ 9 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ വരുത്തിയ മാറ്റമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ ആനുകൂല്യമില്ല. ഞാൻ ആ പട്ടിക അയക്കാം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയധികം ആനുകൂല്യം കിട്ടുന്ന സാഹചര്യമില്ല. ഇവിടെ ഫിക്സഡ് ഓണറേറിയം ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ജനറൽ ഇൻസെന്റീവ് ഉണ്ട്. ജനറൽ ഇൻസെന്റീവും ഫിക്സഡ് ഇൻസെന്റീവും ഉണ്ട്. ഇതെല്ലാം കിട്ടുമ്പോൾ 13,200 രൂപ കിട്ടുന്ന ഒറ്റ സംസ്ഥാനവും ഈ ഇന്ത്യയിലില്ല. ഇത്ര വലിയ നേട്ടമുള്ള ഈ കേരളത്തിന്റെ ഗവൺമെന്റ് ആ നടത്തിയ ഇടപെടൽ, അതിൻ്റെ ഉണ്ടായിട്ടുള്ള നേട്ടം ഉണ്ടായത് ഈ 8 വർഷത്തിനിടയില്ല. ആ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ ഇറക്കിത്തിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതീതി പറയുന്നത് ഞങ്ങൾക്കിതിൽ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്ന്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കടൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിലും ഉദ്ദേശശുദ്ധിയിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം വാക്കുപാലിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ്
ഇതിങ്ങനെ മാനവ നിങ്ങൾ വിഭവ പറഞ്ഞാൽ സൂചികയിലും മതിയോ? സുസ്ഥിര വികസന സൂചികയിലും സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയിൽ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ശ്രീ ജ്യോതികുമാർ അതിന് ചാമക്കാല. സഹിച്ചാൽ മതി. ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങളാൽ രണ്ട് സുപ്രധാനമായ പ്രശ്നങ്ങളാണ് ഇവിടെ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നത്. ഒന്ന്, ഈ ആശാ വർക്കർമാർ അവർ കോവിഡ് സമയത്ത് അവർ നൽകിയ സംഭാവനകളെ ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. അവർക്ക് ഒരു തൊഴിലാളി എന്നൊരു പദവി കൊടുക്കണം എന്നുള്ള ഒരാവശ്യം അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനപ്പുറം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആരെങ്കിലും സമരം ചെയ്യുന്നു, അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരമാണ്. അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കേന്ദ്രത്തിനെതിരെയും സമരങ്ങൾ നടക്കുന്നുണ്ട്, അത് കടൽമണൽ ഖനനത്തിലായാലും എല്ലാത്തിലും. അപ്പോൾ ഇതിലെ യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെ ദിശ തിരിക്കുന്നതിൽ നിങ്ങൾക്കും പാളിച്ച പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു പാളിച്ചയില്ല. ഇവിടെ ഈ CPM-ന്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്ന ഇരട്ടത്താപ്പുകൾ താങ്കൾ ഒന്നൊന്നായി കേട്ടുകൊള്ളൂ. അദ്ദേഹം ഇന്ന് പറയുന്നു ഞങ്ങൾ ഹോണറേറിയം കുടിശ്ശിക ഉണ്ടായിരുന്നെല്ലാം തീർത്തു. 4 ദിവസം മുമ്പ് അദ്ദേഹം ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ ഹോണറേറിയം മുഴുവൻ തീർത്തു. ഇന്നലെയാണ് ഒരു ഗഡുവിന്റെ ഉത്തരവ് ഇന്നലെയാണ് ഇറങ്ങിയത്. 4 ദിവസം മുമ്പേ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞു എന്ന് ചലഞ്ച് ചെയ്തിട്ട് പോയതാണെന്നത്തെ ആങ്കറിനെ. അപ്പോൾ ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി, അത് ഇടതുപക്ഷം മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. ഇനി അദ്ദേഹം പറയുന്നത് എന്താണ്, ഇവിടെ UDF-നെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നിരിക്കട്ടെ, ഞങ്ങൾ 5000 ആക്കാമെന്ന് പറഞ്ഞു, 5000 ആക്കിയില്ല. ഞങ്ങൾ 9 വർഷമായി സംസ്ഥാനത്ത് പുറത്തല്ലേ, ഞങ്ങൾ അധികാരത്തിന് പുറത്തല്ലേ. നിങ്ങളുടെ അപ്പോൾ എന്താ അജിംസി ചോദിക്കുന്നു, കഴിഞ്ഞ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ വർക്കർമാരെ തൊഴിലാളികളാക്കി മാറ്റാനുള്ള ധീരോദത്തമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തായി? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ആശാ വർക്കർമാരുടെ സമരം DHS-ന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും നടത്തിയത് സർക്കാരും നിങ്ങളുടെ പാർട്ടിയും, അതായത് ഭരണവിലാസ സംഘടനയും പരസ്പര സഹകരണത്തോടുകൂടി ഒത്തുതീർപ്പാക്കി. ആ ഒത്തുതീർപ്പാക്കിയപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയോ? നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അവരുടെ കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചു. വലിയ സംഭവമല്ലേ? കൊടുക്കാനുള്ള പൈസ കൊടുക്കാതിരുന്നിട്ട് ഞങ്ങൾ അത് കൊടുക്കാൻ തീരുമാനിച്ചത് വലിയ നേട്ടമാണ്, ഒരു സമരത്തിന്റെ നേട്ടമാണ് എന്നൊക്കെ പറയുന്ന പമ്പര വിഡിത്തം അത് ഇനിയെങ്കിലും വിളമ്പരുത്. അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാ. അതിന് ഒരു ഉത്തരവിറക്കിയാൽ മതി സർക്കാർ. ഒരുപാട് കൊടുക്കാനുണ്ട്, അത് വേറെ വിഷയം. സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിങ്ങൾ മുന്നോട്ട് വെച്ച നിങ്ങളുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഈ പറയുന്ന ഇളമരം കഴിയുമ്പോൾ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ 700 രൂപ അവരെ തൊഴിലാളികളായി മാറ്റിയാൽ മാത്രമേ ഞങ്ങൾ 700 രൂപ കൊടുക്കൂ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ സംബന്ധിച്ച് ആശാ വർക്കർമാർക്ക് അവരുടെ പ്രതിമാസ അലവൻസ് പ്രതിദിന അലവൻസ് 700 രൂപയാക്കുമെന്ന് നിങ്ങൾ പ്രകടന പത്രികയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറയുന്ന കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നിങ്ങൾ വെറും 1000 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ 5 വർഷം കൊണ്ട് 300-ൽ നിന്നും 1000 രൂപയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ആദ്യത്തെ വർഷം 6000-ൽ എത്തിച്ചു. പക്ഷേ ഇപ്പോൾ 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അന്ന് ആശാ വർക്കർമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് ഫംഗ്ഷൻസ് എന്താണ്? ഇന്ന് ആശാ വർക്കർമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് ഫംഗ്ഷൻസ് എന്താണ്? അതിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്? അവരുടെ വർക്ക് ലോഡിനെ സംബന്ധിച്ച് എന്തെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്? അതിന് അടിസ്ഥാനപരമായി സംസ്ഥാന സർക്കാരിന് ഗുണകരമാകുന്ന എല്ലാ കാര്യങ്ങളും കോവിഡ് കാലത്ത് ഉൾപ്പെടെ നിങ്ങൾ നടത്തിക്കുന്നത് ഇതേ ആശാ വർക്കർമാരെ കൊണ്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വർക്കർ എന്ന നിലയിൽ ഉണ്ടായിരുന്ന അവരുടെ ജോബിന്റെ ഡെഫിനിഷൻ തന്നെ മാറ്റിക്കൊണ്ട് അവരെ ഒരു മുഴുവൻ സമയ ഉദ്യോഗസ്ഥയ്ക്ക് തുല്യമാക്കിക്കൊണ്ട് മുഴുവൻ സമയം വർക്ക് ചെയ്യേണ്ട ഒരു ഗണത്തിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നു. എങ്ങനെ? നിങ്ങൾ നൽകിയിട്ടുള്ള വർക്ക് ലോഡുമായി ബന്ധപ്പെട്ട് മാത്രം. അവർ ഏകദേശം 10-30-ലധികം പാരാമീറ്റേഴ്സ് അവർ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്, ജോലികൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് 700 രൂപ കൊടുക്കുന്നതിന് 10 പാരാമീറ്ററിൽ നിന്ന് 5 പാരാമീറ്ററിൽ ചുരുക്കി എന്നൊക്കെ പറയുന്നത് അവരുടെ അടിസ്ഥാനപരമായി അവർ സമരം തുടങ്ങിയത്, നിങ്ങൾ സമരം തുടങ്ങിയത്, CITU സമരം തുടങ്ങിയത് എന്തൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ്? അവർക്ക് പ്രതിദിനം 700 രൂപ വേണം, നിങ്ങൾ വാങ്ങിക്കൊടുത്തോ? അവർക്ക് റിട്ടയർമെന്റിന് ശേഷം ആനുകൂല്യങ്ങൾ വേണം, നിങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആ വാചകങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടുന്ന് നേരെ പ്ലേറ്റ് മാറ്റി വെച്ച് കേന്ദ്ര സർക്കാരിനെതിരെ. അവർക്ക് ആശാ വർക്കർമാർക്ക് അതിനെക്കുറിച്ചും ബോധ്യമുണ്ടെന്നേ. അവിടെ അവർക്ക് കിട്ടേണ്ട ഇൻസെന്റീവിനെ സംബന്ധിച്ചും അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ അക്കാര്യത്തിലും അവർ സമരം ചെയ്യാൻ തയ്യാറാണ്, അവർ സമരം ചെയ്യുന്നുമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അടിസ്ഥാനപരമായി അവർക്ക് കിട്ടേണ്ട നീതി, ആ നീതി നടപ്പാക്കുന്നുണ്ടോ? അവിടെ നടപ്പാക്കാതിരിക്കുക മാത്രമല്ല, നിങ്ങൾ PSC ചെയർമാന്റെയും മെമ്പർമാരുടെയും KV തോമസിന്റെയും സർക്കാർ അഭിഭാഷകരുടെയും ഒക്കെ ശമ്പളം തുടർച്ചയായി അതേ ഇവർ സമരം നടക്കുമ്പോഴല്ലേ നിങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് ഇത് കൂട്ടിക്കൊടുത്തത്? എന്തെങ്കിലും ഇളമരം കാര്യം പറഞ്ഞോ ഇത് വേണ്ടായിരുന്നെന്ന്? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ നിങ്ങൾ അവരെ ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുന്നു. അവർ CITUവിന്റെ പിടിയിൽ നിന്നില്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ 26,000-ൽ 90%, 95% നിങ്ങളുടേതാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ഇപ്പോഴും സമരം നടക്കുന്നത്? അപ്പോൾ നിങ്ങളിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു. അത് നിങ്ങളുടെ ചെയ്തികൾ മൂലമാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ
നിങ്ങൾ ആ തൊഴിലാളികൾക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആ വർക്കർമാർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുവാനോ നിങ്ങൾ കൊടുത്ത ഉറപ്പ് അതിനോട് നിങ്ങൾക്ക് നീതി പുലർത്താനോ കഴിഞ്ഞില്ല. നിങ്ങൾ സർക്കാരുമായി അല്ലെങ്കിൽ സർക്കാർ വിലാസ സംഘടനയും ഒത്തുകളിച്ചു. അതിന്റെ ഭാഗമായി അവർ പ്രതികരിക്കുന്നു. അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമില്ലേ? അവർക്ക് പ്രതികരിച്ചുകൂടെ? അവർ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാകുന്നേ? അവരെ ശത്രുതാ മനോബോധത്തിൽ കാണുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, അജിംസ് ഒരു കാര്യം മനസ്സിലാക്കൂ. ഈ സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. അങ്ങനെ വന്നിട്ടുള്ള ആശാ വർക്കർമാർ ശരിയാണ്, സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തോടും ചേർന്ന് നിൽക്കുന്ന കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരെ പോലും കൂടെ നിർത്താൻ കഴിയാതെ, അവർ പോലും സർക്കാരിനെതിരായി ഇത്തരത്തിൽ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതുരംഗത്തേക്ക് വരുമ്പോൾ അവരെ പുലഭ്യം പറയുന്ന, ഇനി MM മണിയും കൂടി ബാക്കി പറയാനുള്ളൂ, MM മണിയുടെ തനത് ശൈലിയും കൂടി ബാക്കി വരാനുള്ളൂ, ബാക്കിയെല്ലാം ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ച് അവരുടെ ന്യായമായ ആവശ്യങ്ങളോട് നിങ്ങൾ ശത്രുതാ മനോഭാവത്തോട് പെരുമാറുന്നു എന്ന ശ്രീകുമാർ, ഇവിടെ ഇന്നലെ ഈ ടെൻഡറിന്റെ കാലാവധി അവസാനിച്ചു കടൽ മണൽ ഖനനത്തിൽ. ആ ടെൻഡറിന്റെ കാലാവധി അവസാന സാഹചര്യത്തിൽ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലായിരിക്കുമോ ടെൻഡർ? അവർ കേന്ദ്രം ഇതുമായി മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണം. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇക്കാര്യത്തിൽ അതിശക്തമായ നിലപാടെടുക്കണം. മുന്നോട്ട് പോകാൻ തന്നെയാണല്ലോ ഒരു പദ്ധതിയായിട്ട് വരുന്നത്. ഇതിന്റെ റോഡ് ഷോ നടത്തുമ്പോഴും എൻ്റെ ചെലവ് സഹിതം വഹിച്ചത് സംസ്ഥാന ഗവൺമെന്റ് ആണെന്നുള്ളത് ഞങ്ങളെ ആശങ്കപ്പെടുന്നുള്ളൂ ഭയങ്കരമായി. കാരണം ഇത് ഇങ്ങനെയൊക്കെ ഇത്രത്തോളം എത്തിയിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അതിനെതിരെ നിലപാടെടുക്കേണ്ടതിന് പകരം അതിന്റെ റോഡ് ഷോയും അതിന്റെ പ്രചരണമൊക്കെ നടത്താൻ വേണ്ടി കൂട്ടുനിന്നൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ജനങ്ങളുടെ വികാരം, ജനങ്ങളുടെ അവസ്ഥ ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ മാറിയൊരു നിലപാടെടുക്കണം ഇക്കാര്യത്തിൽ. ഐക്യകണ്ഠേന കേരളത്തിലെ നിയമസഭ ഇതിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ട് ഇന്ത്യ ഗവൺമെന്റിനോട്, കേന്ദ്ര ഗവൺമെന്റിനോട് ഇത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടണം. അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കാണ് കേരളം പോകുന്നത്, മത്സ്യത്തൊഴിലാളി സമൂഹം പോകുന്നത്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. പല സമരമുഖങ്ങളിലും ഇതുപോലെ പലരെയും കണ്ടിട്ടുണ്ട്, പല കൂട്ടായ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം അവരൊക്കെ എങ്ങോട്ട് പോകുന്ന പോലും നമുക്ക് അവസാനം അറിയാൻ കഴിയില്ല. അവസാനം മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാതെ വരുന്ന സാഹചര്യങ്ങളാണ് പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതിന് ഉദാഹരണമാണ് CRZ ആയി ബന്ധപ്പെട്ട് നീണ്ടകര മുതൽ അമ്പലപ്പുഴയുള്ള പ്രദേശത്തെ ജനങ്ങളോടെടുത്ത നിലപാട്. അതുതന്നെയാണ് കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്ത നിലപാട്. ഇപ്പൊ കടൽ മണൽ ഖനന വിഷയത്തിലും ഒരുമിച്ച് നിൽക്കുന്നെങ്കിലും ഒരുമിച്ച് നിന്നവരൊക്കെ പല വഴിക്ക് പിരിയുന്ന നമ്മൾ പലതിലും കണ്ടതാണ്. കരിമണൽ ഖനനത്തിന്റെ സമരങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ 1994 മുതൽ ഇങ്ങോട്ടുള്ള വിദേശ കമ്പനികളെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങോട്ടുള്ള അവന്റെ ആത്മാവിനെ, അതായത് വിദേശ സ്വകാര്യ കുത്തകളെ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അന്ന് ആലപ്പാട്ട ജനത, തീരദേശ ജനത അനുവദിച്ചിരുന്നില്ല. ആ പോരാട്ടങ്ങളുടെ ഫലം എന്ന് പറയുന്ന അവസാനം അവരുടെ ആത്മാവിനെ ഇവിടെ സന്നിവേശിപ്പിച്ചിട്ട് അവർ മടങ്ങുകയായിരുന്നു. അതിന്റെ പ്രേതങ്ങളാണ് ഈ തീരദേശങ്ങളെ ഇപ്പൊ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് മത്സ്യത്തൊഴിലാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സംഘടിതമായി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് ഭരണകൂടങ്ങളോട് ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ശ്രീ റോസമ്മ, ഇവിടെ തർക്കം പല രീതിയിലാണ്. പക്ഷേ നിങ്ങളെ ഒരു തൊഴിലാളി എന്ന രീതിയിൽ പരിഗണിക്കേണ്ടത് കേന്ദ്രമാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഒരു വശം മാത്രം എന്താണ് ഒരു സമരമുഖത്ത് സെക്രട്ടേറിയറ്റിനെതിരെ മാത്രം, സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം ഒരു സമരം എന്ന് പറയുമ്പോൾ അത് ഒരു വളരെ 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 എന്താ പറയുക വിശാലമായ പ്രശ്നമാണ് എന്നിരിക്കെ കേന്ദ്രത്തെ കൂടി അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്തതാണ് ഇവരെ ചൊടിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരി, മിസ്റ്റർ അരുൺകുമാർ സാർ, എനിക്ക് സാറിനോടൊരു ചോദ്യമുണ്ട്. ഞങ്ങളിവിടെ രാപ്പകൽ സമരം 19 ദിവസം പിന്നിട്ടപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള അപഹാസ്യം പറച്ചിലും കുപ്രചരണങ്ങളും കള്ളവുമൊക്കെ. അതൊന്നൊന്നായി നിങ്ങൾ പൊളിച്ചുകൊണ്ട് തന്നുകൊണ്ടിരിക്കുക. ഈ സമൂഹം മുഴുവനും അത് കാണുന്നുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾ വാളണ്ടിയർമാരാണെന്ന്. ശരിയാ, ഞങ്ങൾ വാളണ്ടിയർ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സന്നദ്ധ പ്രവർത്തകരാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്താൽ പോരെ, ഇഷ്ടമുള്ള ജോലി ചെയ്താൽ പോരെ. അന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇത്രയല്ലേ തന്നുള്ളൂ, അത്രയല്ലേ തന്നുള്ളൂ. ശരിയാ, അന്ന് ഞങ്ങൾക്ക് ഏത് ജോലിക്കും മുഴുവൻ സമയം പോകാം. ഏകദേശം ഒരു 2 മണിക്കൂർ സമയത്തെ ജോലി മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കതൊരു കഠിനമായിട്ട് തോന്നിയിട്ടേ ഇല്ല.
ഇപ്പോഴെന്ന് പറയുമ്പോൾ 35-ൽ പരം ജോലികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ജോലിക്കനുസരിച്ചുള്ള വേതനം ഞങ്ങൾക്ക് നിങ്ങൾ തരുന്നില്ല. ശരി, സമ്മതിച്ചു. ഈ തരുന്ന വേതനം നിങ്ങൾക്ക് സമയത്ത് തന്നൂടെ? കഴിഞ്ഞ പ്രാവശ്യം തിരുവോണത്തിന് കേരളത്തിലെ പട്ടിക്കും പൂച്ചയ്ക്കും ഇപ്പോൾ തിരുവോണമുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴാണ് വന്നത് പൈസ? ഉത്രാടത്തിനന്ന് രാത്രിയിൽ. അപ്പം ഞങ്ങൾ ഈ സ്ത്രീകൾ, ആ വീട്ടമ്മമാർ എപ്പോൾ പോയി സാധനം മേടിക്കും? കടയിൽ പോയി. ഓരോ വിശേഷ ദിവസങ്ങളിലും ഞങ്ങൾക്ക് ജോലി ചെയ്ത കാശ് 2-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ തരുന്നത്. എന്ത് നിങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ഇൻസെൻറ്റീവുകളും അതേപോലെ തന്നെ ഓണറേറിയവും ഒക്കെ നിങ്ങൾ ഈ സമരത്തിനിടയ്ക്ക് പെട്ടെന്ന് എവിടെ വരുന്നത്? നിങ്ങൾക്ക് ക്ഷേമ പദ്ധതിയിൽ പെടേണ്ട, പെൻഷൻ വേണ്ട, നിങ്ങൾക്ക് ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെ മാത്രമുള്ള കണ്ടീഷൻസേ ഉള്ളൂ. ആ ആങ്കർ ചോദിച്ചല്ലോ, തൊഴിലാളിയാകണോ, ശമ്പളമാകണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഷൻ വേണോ? ഒന്നും വേണ്ടല്ലോ, സംസ്ഥാന ഗവൺമെന്റ് മാത്രം. ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഓണറേറിയം ഇൻസെന്റീവ് തരുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. ആ പട്ടിക ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും അവരെ കൂടി സംഘടിപ്പിച്ച് കേന്ദ്രത്തിനെതിരെ സമരപാതയിലേക്ക് നയിക്കേണ്ട ബാധ്യത കൂടി സംസ്ഥാനം ഭരിക്കുന്നവർക്കുണ്ട് എന്നുകൂടി അരുൺകുമാർ ഓർപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അരുൺകുമാർ, ശ്രീ ജ്യോതികുമാർ, ശശികുമാർ, ശ്രീ